വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ട് കുറച്ച് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളിത് ലൈറ്റ്റൂം വെച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കെങ്ങനെ എഡിറ്റിംഗ് എന്ന് അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഡിറ്റിംഗ് തുടങ്ങാം. ആദ്യം നമുക്ക് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതിന് നിങ്ങൾ ലൈറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ലൈറ്റ് ടൂളിൻ്റെ അതിന് അവിടെ എക്സ്പോഷർ ഒരു പൊടിക്ക് കൂട്ടുകയാണ്. അതിനുശേഷം കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 18 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ അടുത്ത് ഹൈലൈറ്റ്സ് ഒരു 100 വരെ നമുക്ക് കുറയ്ക്കാം. 100 എന്ന് വെച്ചാൽ ഫുള്ള് കുറയ്ക്കുക ഹൈലൈറ്റ്സ്. പിന്നെ ഷാഡോസ് ഏകദേശം ഒരു 85 വരെ നമുക്ക് കൂട്ടാം. സോറി, നിങ്ങൾ കറക്റ്റ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങളുടെ ഫോട്ടോയിൽ ചെയ്യുക. പക്ഷേ ചില ഫോട്ടോയിൽ ഈ എഫക്റ്റ് വേറെ രീതിയിലായിരിക്കും, കാരണം അതിൻ്റെ എക്സ്പോഷറും അതിൻ്റെ ബ്രൈറ്റ്നസ്സൊക്കെ വേറെ രീതിയിലായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ചില ഫോട്ടോ ഇത് ശരിയാവും, ചില ഫോട്ടോ ഇത് ശരിയാകത്തില്ലായിരിക്കും. അപ്പം നമുക്കടുത്ത് വൈറ്റ്സിലേക്ക് പോകാം. വൈറ്റ്സിൻ്റെ നമുക്ക് ഏകദേശം ഒരു 24 വരെ നമുക്കിവിടെ കൂട്ടാം. പിന്നെ ബ്ലാക്ക്സ് ആണ്. ബ്ലാക്ക്സ് നമുക്ക് ഏകദേശം ഒരു 64 വരെ നമുക്ക് കുറയ്ക്കാം. നമുക്കിനി അടുത്ത കെയർ ടൂളിലേക്ക് പോവാം. നമുക്ക് ചെറിയൊരു കെയർ സെറ്റ് ചെയ്യാം. നിങ്ങൾ ഈ കെയർ മൈനസ് മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞാൽ നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് കളർ ടൂളിലേക്ക് പോകാം. കളർ ടൂളിൻ്റെ അടുത്ത് നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു 11 വരെ നമുക്ക് കൂട്ടാം. പിന്നെ ടിൻ്റ് ഏകദേശം ഒരു 7 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ഷാഡോസ് ഏകദേശം ഒരു 33 വരെ നമുക്കിവിടെ, സോറി, സാച്ചുറേഷൻ ഏകദേശം ഒരു 33 വരെ നമുക്കിവിടെ കൂട്ടാം. ഇനി അടുത്ത് നമുക്ക് കളർ ഗ്രേഡിങ്ങിലേക്ക് പോകാം. അതിനോട് മണ്ടൊരു മിക്സ് ടൂൾ സെറ്റ് ചെയ്യുക. മിക്സ് ടൂളിൻ്റെ നമുക്ക് റെഡിൽ നിന്ന് തുടങ്ങാം. റെഡിൻ്റെ അകത്ത് ഹ്യൂ ഏകദേശം ഒരു 40 തന്നെ നമുക്ക് ഇവിടെ കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 56 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ അടുത്തതായിട്ട് ഓറഞ്ചിലേക്ക് പോകും. ഓറഞ്ച് നമുക്ക് ഹ്യൂ ഒരു 16 വരെ നമുക്കിവിടെ കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഒരു 60 വരെ നമുക്കിവിടെ കുറയ്ക്കാം. നിങ്ങൾ ഈ വാല്യൂ ഇട്ട് തന്നെ ചെയ്യുക മാക്സിമം. പിന്നെ ലൂമിൻസ് ഏകദേശം ഒരു 12 വരെ കുറയ്ക്കാം. അടുത്ത യെല്ലോയിലേക്ക് പോവുക. യെല്ലോയ്ക്കകത്ത് നമുക്ക് ഏകദേശം ഒരു സാച്ചുറേഷൻ ഒരു 94 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ അടുത്ത് നമുക്ക് ഗ്രീനിലേക്ക് പോകാം. ഗ്രീനിൻ്റെ അത് നമുക്ക് സാച്ചുറേഷൻ ഏകദേശം ഒരു 58 വരെ കുറയ്ക്കാം. അടുത്ത് അക്വയിലേക്ക് പോവുക. അക്വയ്ക്ക് അത് സാച്ചുറേഷൻ ഒരു 76 വരെ നമുക്ക് കുറയ്ക്കാം.
നമുക്കിനി അടുത്ത് ബ്ലൂയിലേക്ക് പോകാം. ബ്ലൂവിൻ്റെ അകത്ത് ഹ്യൂ ഏകദേശം ഒരു 12 വരെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 86 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ലൂമൻസ് ഒരു 38 വരെ. നമുക്ക് ഡൺ കൊടുക്കുക. അപ്പം നമ്മുടെ കളർ ഗ്രേഡിങ് കഴിഞ്ഞു. നമുക്കിനി അടുത്തത് എഫക്ട്സിലേക്ക് പോവാം. എഫക്ട്സ് നമുക്ക് ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടാം. ഡീറ്റെയിൽസ് ഒരു പൊടിക്ക് കൂട്ടാം. നിങ്ങൾ വിഗ്നേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മിഡ് പോയിൻറ്റും ഫെദറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കുക. അടുത്ത ഡീറ്റെയിൽസിൻ്റെ നോയ്സ് റെഡക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം. കളർ നോയ്സ് റെഡക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം. അടുത്ത് നമുക്ക് ഒന്നുകൂടെ കളർ ടൂളിലേക്ക് പോകാം. അതിൻ്റെ അകത്ത് നമുക്കിവിടെ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് താഴോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഷാഡോസിൻ്റെ അകത്ത് ബ്ലെൻഡിങ് ഫുള്ള് കൂട്ടിയിടുക. അതുപോലെ തന്നെ മിഡ്ടോൺസിൻ്റെ അകത്തും കൂട്ടിയിടുക. ഓട്ടോമാറ്റിക്കായി എല്ലാം അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ അടുത്തത് ഹൈലൈറ്റ്സ് പോയിട്ട് ലൂമിൻസ് ഒരു പൊടിക്ക് കൂട്ടാം. പിന്നെ മിഡ്ടോൺസ് പോയിട്ട് ലൂമിൻസ് കുറയ്ക്കുക ഒരു പൊടിക്ക്. റൺ കൊടുക്കുക. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.